ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു. വാസുവിനെ SIT തലവൻ SP S ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമലയിലെ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും സ്വർണം പൂശുന്നതിന് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായി. ഇക്കാലയളവിൽ എൻ വാസുവിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ പ്രതിയേർത്തത്. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എൻ വാസുവിന് അറിയാമായിരുന്നുവെന്നാണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി. പാളികളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. ഇത് പരിശോധിച്ച വാസു ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടിക്കായി ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരം നടപടികൾ താൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും തട്ടിപ്പിന്റെ ഭാഗമായിരുന്നില്ല എന്ന് എൻ വാസു പറയുന്നു. വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘം വിവരം തേടും. തുടർന്ന് വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. തട്ടിപ്പിന് തടയിടാൻ ശബരിമലയിലെ കാര്യങ്ങൾ ഇനി മുതൽ ദേവസ്വം വിജിലൻസ് SP-യുടെ മേൽനോട്ടത്തിൽ ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് SP-യുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ വാസുവിന്റെ ചോദ്യം ചെയ്യലിലൂടെ കേസിന്റെ അന്വേഷണം ഉന്നതരിലേക്കും കൂടി എത്തുകയാണ്. പത്മകുമാർ അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്തു നിന്നും സിജോ വി ജോൺ, മീഡിയ 1.